ഹായ് എവരിബഡി. ബിടെക് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വെബിനാറാണ് ഇന്ന് നമ്മളിവിടെ കണ്ടക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളിൽ പല ആളുകളും ബിടെക് സെമസ്റ്ററിലെ ലാസ്റ്റ് എക്സാം അതിൻ്റെ അവസാന നാളുകളിലായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ ചിലപ്പോൾ പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ട് അവരുടെ ഫ്യൂച്ചർ അങ്ങനെ സേഫാക്കിയിട്ട് പോകുന്നുണ്ടാകാം. അതുപോലെ പ്ലേസ്മെൻറ്റ് കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ടാകാം. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ് ഇന്ന് ഞങ്ങളിവിടെ കണ്ടക്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലുണ്ട്. അതിലെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷനാണ്, ഒരു വെബിനാറാണ് ഇന്ന് നമ്മളിവിടെ കണ്ടക്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ബിടെക് കഴിഞ്ഞവർക്ക് നമ്മുടെ വെബിനാറിൻ്റെ ടോപ്പിക്ക് തന്നെ പറയുന്നത് വാട്ട് നെക്സ്റ്റ് ആഫ്റ്റർ ബിടെക്. ബിടെക് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കാവുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റികൾ എന്തെല്ലാം എന്നാണ് ഇന്നത്തെ വെബിനാർ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മുടെ ഒരു ഗേറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബിടെക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജോബ് ഓറിയൻറ്റഡ് ആയ കോഴ്സുകൾ ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കലൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് വേണമെങ്കിൽ എംബഡ് സിസ്റ്റം, അതുപോലെയുള്ള VLSI അങ്ങനെയുള്ള ജോബ് ഓറിയൻറ്റഡ് കോഴ്സുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സിവിലുള്ളവരാണെങ്കിൽ അവർക്ക് ഓട്ടോകാഡിൻ്റെ കോഴ്സുകൾ, അതുപോലെ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് കോഴ്സുകൾ, അതുപോലെ മെക്കാനിക്കലാണെങ്കിൽ അവർക്ക് ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ കോഴ്സുകൾ വരുന്നുണ്ട്, പൈപ്പ് ലൈൻ്റെ കോഴ്സുകൾ വരുന്നുണ്ട്, ഡിസൈൻ ടൈപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ജോബ് ഓറിയൻറ്റഡ് കോഴ്സുകളൊക്കെ ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോബിലേക്ക് പോകാം. പക്ഷേ അങ്ങനത്തെ ഒരു കോഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആരെങ്കിലും ജോബൊക്കെ റെഡിയാക്കി തരാൻ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് വരുള്ളൂ, ഒരു ബെനിഫിറ്റ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് സ്റ്റാർട്ടിങ്ങിൽ സാലറി കുറവാണെങ്കിലും ക്രമേണ നമ്മുടെ എക്സ്പീരിയൻസിനെ കൊണ്ട് എന്ത് ചെയ്യാം, നല്ല പാക്കേജിലേക്കൊക്കെ ഫ്യൂച്ചറിൽ ഒരുപാട് കാലത്തിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഒരു ഫീൽഡിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷെ അതിനേക്കാളെല്ലാം നല്ലൊരു ബെനിഫിറ്റ്, നല്ലൊരു മാറ്റം ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഗേറ്റ് കോച്ചിങ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ടോപ്പിക്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തെല്ലാമാണ് ഒരു ഗേറ്റ് ട്രെയിനിങ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെ എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും 4 വർഷം ബിടെക് നമ്മൾ എന്ത് ചെയ്തു, പഠനം പൂർത്തിയാക്കി. അതുപോലെ തന്നെ അതിൽ നമുക്ക് ഇനഫ് ഒരു പെർസെൻറ്റേജ് മാർക്കും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതിൽ നിന്ന് ഇനി പുറത്ത് വന്നതിന് ശേഷം നമ്മളിവിടെ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കേരള PSCയുടെ എക്സാംസുകൾ എഴുതുകയാണെങ്കിൽ, അതുപോലെയുള്ള ഒരു കോമ്പറ്റീറ്റീവ് എക്സാംസൊക്കെ എഴുതുന്ന സമയത്ത് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് ഈ 4 വർഷങ്ങളിൽ നമ്മൾ ബിടെക്കിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഓൾമോസ്റ്റ് അത് തന്നെയാണ് എന്ത് വരുന്നത്, ഈ എക്സാമുകളിലൊക്കെ അതിൻ്റെ സിലബസിൽ എന്ത് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുപോലെ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ടെക്നിക്കലിൽ നമ്മളുടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലൊക്കെ അതിനൊക്കെ വളരെ നല്ല രീതിയിൽ ആൻസർ പറയുവാൻ ഈ ഗേറ്റ് ട്രെയിനിങ് നിങ്ങളെ പ്രാപ്തരാക്കുന്നുള്ളതാണ്. അതായത് ഒരു ഗേറ്റ് കോച്ചിങ് ചെയ്യുന്നത് ഒരു MTech അഡ്മിഷന് പോവുക എന്നുള്ളതല്ല. 4 വർഷത്തെ ബിടെക്കിൽ നമ്മൾ എന്തെല്ലാം പഠിക്കേണ്ടിയിരുന്നു എന്ന് മനസ്സിലാകുന്നത് നിങ്ങൾ ഒരു ഗേറ്റ് കോച്ചിങ്ങിന് പോകുമ്പോഴായിരിക്കും നിങ്ങൾക്കത് എന്ത് ചെയ്യുന്നത്, കറക്റ്റ് മനസ്സിലാകുന്നത്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സിനോടൊക്കെ ഗേറ്റ് ചെയ്ത ആളുകളോട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെ അവർ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറയുന്നതാണ്. ബിടെക് എന്താ എന്നുള്ളത് മനസ്സിലായത് ശരിക്കും ഈ ഒരു ഗേറ്റ് ട്രെയിനിങ് ചെയ്തപ്പോൾ ആയിരിക്കും എന്നുള്ളതായിരിക്കാം അവരുടെ എല്ലാവരുടെയും ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിലേക്ക് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ വരുന്നത്. അതായത് ഗേറ്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങളൊരു ഗേറ്റ് കോച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെല്ലാം ബെനിഫിറ്റ്സാണ് നിങ്ങളുടെ ലൈഫിൽ, എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസാണ് നിങ്ങളുടെ ലൈഫിൽ വരിക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ, നിങ്ങൾ ഗേറ്റ് ട്രെയിനിങ് ചെയ്ത് നിങ്ങൾ ഗേറ്റ് എക്സാം എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് നല്ല റാങ്കുകൾ കിട്ടുന്നുവെങ്കിൽ, അതായത് ഒരു ഓൾ ഇന്ത്യ റാങ്ക്, ഒരു OBC കാറ്റഗറിയൊക്കെ ആണെങ്കിൽ നമുക്കൊരു 400, 500 ഒക്കെ മെക്കാനിക്കൽ അങ്ങനെയൊക്കെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ പോകാം. സിവിലൊക്കെ ആണെങ്കിൽ ഒരു 400 റേഞ്ചിൽ
ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം വന്നു കഴിഞ്ഞാൽ പബ്ലിക് സെക്ടർ കമ്പനികളിൽ നമുക്ക് ജോബ് ലഭിക്കാനുള്ള വളരെ സാധ്യത കൂടുതലാണ്. ഓൾമോസ്റ്റ് 38 പബ്ലിക് സെക്ടർ കമ്പനികൾ തന്നെ നമ്മുടെ ഇന്ത്യയിൽ വരുന്നുണ്ട്. അപ്പോൾ ഓരോ വർഷവും തന്നെ എല്ലാ ബ്രാഞ്ചസും എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1500 വാക്കൻസീസ് തന്നെ എന്ത് ചെയ്യാറുണ്ട് ഈ പബ്ലിക് സെക്ടർ കമ്പനികളിൽ വരാറുണ്ട്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള പബ്ലിക് സെക്ടർ കമ്പനികളിൽ ജോലി വാങ്ങുന്നത് വളരെ കുറവാണ്. കംപ്ലീറ്റ് ഈ ജോലി വാങ്ങിക്കൊണ്ടുപോകുന്നത് നോർത്ത് ഇന്ത്യൻസും അതുപോലെ സൗത്തിൽ വരുന്ന ഹൈദരാബാദിലുള്ള ആളുകളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഈ ജോബ്സ് എന്ത് ചെയ്യുന്നത് അവർ നേടിക്കൊണ്ടുപോകുന്നത്. ARC കഴിഞ്ഞ വർഷങ്ങളിൽ 48ൻ്റെ അടുത്ത ആളുകൾ, ഈ പ്രാവശ്യം ഒരു 3-4 ആളുകൾക്ക് എന്ത് ചെയ്യാം PSUസിൽ ജോബ് കിട്ടാം. അതിനൊരു 50ൻ്റെ മുകളിലുള്ള ആളുകളെ ഈ ജോലി നേടിക്കൊടുക്കുവാൻ ഏകദേശം 1 lakhൻ്റെ അടുത്തൊക്കെ ഒരു പാക്കേജസ് കിട്ടുന്നതാണ്. അങ്ങനെയുള്ള നേടിക്കൊടുക്കുവാൻ ARCക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ വളരെ ഒരു കാര്യമായിട്ട് എന്ത് ചെയ്യുന്നു ഞങ്ങൾ കരുതുന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ തന്നെ ഇപ്പം ഈ പ്രാവശ്യം തന്നെ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇത്രയും ഒരുപാട് വാക്കൻസീസ് ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ കുറച്ച് ആളുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഇത് വാങ്ങുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ നോർത്ത് ഈസ്റ്റൊക്കെ അവർ കിട്ടുന്നത് വരെ എന്ത് ചെയ്യും അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ചിലവർ 1, 2, 3 വർഷമൊക്കെ ഇരുന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് അത് വാങ്ങിച്ചു കൊണ്ടുപോകുന്നത്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഗേറ്റിൽ തന്നെ ഇപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ ഓൾ ഇന്ത്യ 24 ഉണ്ട്, ഇലക്ട്രോണിക്സിൽ 46 ഉണ്ട്, ഇലക്ട്രിക്കൽ 182 ഉണ്ട്, സിവിൽ 213 ഉണ്ട്. ഇവർക്കൊക്കെ എന്ത് ചെയ്യാം പബ്ലിക് സെക്ടർ കമ്പനിയിൽ ജോബ് കിട്ടും. അപ്പോൾ ഇവർക്കൊരു 6 മാസത്തെ അല്ലെങ്കിൽ 7 മാസത്തെ ട്രെയിനിങ്ങിനെ കൊണ്ടാണ് ഈ ഒരു റാങ്ക് എന്ത് ചെയ്തത് സ്കോർ ചെയ്തത്. അപ്പോൾ ഒന്ന് നല്ല രീതിയിൽ പഠനം നടത്തി കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ടോപ്പ് റാങ്കുകൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും കരിക്കുലുമാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ പ്രാവശ്യം ഞങ്ങൾ തയ്യാറാക്കുന്നത്. ഫൈറ്റ് ചെയ്തിട്ട് ഒരുപാട് വിദ്യാർത്ഥികളെ 500 റേഞ്ചിൻ്റെ റാങ്കിൻ്റെ ഉള്ളിൽ, അതായത് കോർ സബ്ജക്റ്റിലായിരിക്കണം കേട്ടോ ഈ റാങ്ക്. ഇപ്പോൾ പല സെൻറ്റേഴ്സൊക്കെ ഈ ഗേറ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാണിക്കുന്ന ഇൻ്റർ ഡിസിപ്ലിനറി റാങ്ക് ബ്രാഞ്ചിലെ റാങ്കുകളാണ്. അതായത് എൻവയോൺമെൻറ്റൽ സയൻസിൽ, ജിയോ ഇൻഫർമാറ്റിക്സിൽ, നാവൽ ആർക്കിടെക്ചറിൽ, ഇങ്ങനെയൊക്കെയുള്ള ബ്രാഞ്ചിലെ റാങ്കുകൾ കാണിച്ചിട്ട് ഞങ്ങൾക്ക് 2000ൻ്റെ ഉള്ളിൽ ഇത്ര പേരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു സ്റ്റുഡൻസിനെ കബളിപ്പിക്കുന്ന രീതിയിൽ പരസ്യം ചെയ്യുന്നുണ്ട്. അത് ഈ ചില ബ്രാഞ്ചിലൊക്കെ 800 റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈഡാണ്. ഗേറ്റിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റിൽ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്താലും ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഗേറ്റ് സ്കോറിൽ റാങ്ക് കാണിക്കും. അപ്പം ഈ റാങ്ക് കണ്ടിട്ട് നമ്മൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നമ്മൾ ക്വാളിഫൈ ചെയ്തു എന്നുള്ളതല്ല. അപ്പോൾ അതിലവർ കട്ട് ഓഫ് കാണിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയ മാർക്ക് ഈ കട്ട് ഓഫിന് മുകളിലാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ ഗേറ്റിൽ ക്വാളിഫൈ ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും റാങ്ക് എന്ത് ചെയ്യും അതിൽ ഷോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻ്റർ ഡിസിപ്ലിനറി ബ്രാഞ്ചിലൊക്കെ ചില 1200 റാങ്ക് അല്ലെങ്കിൽ 700 റാങ്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചില ബ്രാഞ്ചിൽ നമ്മൾ എന്താണ് ഡിസ്ക്വാളിഫൈഡ് ആണ്. മനസ്സിലല്ലേ? അപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് ഇങ്ങനെ കണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് എന്ത് ചെയ്യരുത്, നിങ്ങളതിൽ പെട്ടുപോകരുത്. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കോർ ബ്രാഞ്ചുകളായ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിലെ മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് ഈ ബ്രാഞ്ചുകളുടെ റാങ്കുകളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ജിയോ ഇൻഫർമാറ്റിക്സിൽ 700 റാങ്ക് എന്ന് പറയുന്നത് സിവിലിലെ 7000 റാങ്കിൻ്റെ അപ്പുറത്തായിരിക്കും. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നാവൽ ആർക്കിടെക്ചറിലെ 400 റാങ്ക് എന്ന് പറയുന്നത് സിവിലിൽ ചിലപ്പോൾ 8000 റാങ്കിലും മുകളിൽ അതിന് സെയിം ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പം ആ ഇൻ്റർ ഡിസിപ്ലിനറി ബ്രാഞ്ചിലെ റാങ്ക് നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരിക്കലും കൺസിഡർ ചെയ്യരുത്. അതിലൊരു IITയിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ടോപ്പ് 100ൽ വന്നാൽ മാത്രമേ ഏതെങ്കിലും ഒരു IITസിലൊക്കെ എന്ത് ചെയ്യണം കിട്ടുള്ളൂ. NITയിൽ തന്നെ സീറ്റുകൾ വളരെ തീരെ ആളുകളില്ല എന്നൊക്കെ കാണുമ്പോൾ മാത്രമേ ഒരു 600 റാങ്കിലേക്കൊക്കെ എന്ത് ചെയ്യാറുള്ളൂ പോവാറുള്ളൂ. അതും എല്ലാ ബ്രാഞ്ചൊന്നും പോലെ എൻവയോൺമെൻറ്റൽ സയൻസ് പോലുള്ള ബ്രാഞ്ചുകളിലൊക്കെ അതിലേക്ക് പോവുള്ളൂ. അപ്പം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ കോർ ബ്രാഞ്ചുകളായ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സിലൊക്കെ റാങ്കുകളാണ്. അപ്പോൾ ഈ കോർ ബ്രാഞ്ചിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് പബ്ലിക് സെക്ടർ കമ്പനികളിൽ അവർ വിളിക്കുകയുള്ളൂ. അതല്ല ഈ എൻവയോൺമെൻറ്റൽ സയൻസിൻ്റെ റാങ്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യതകളില്ല. നാവൽ ആർക്കിടെക്ചർ, ജിയോ ഇൻഫർമാറ്റിക്സ് ഇങ്ങനെ ഇൻ്റർ ഡിസിപ്ലിനറി ബ്രാഞ്ചിലെ റാങ്കിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യില്ല പബ്ലിക് സെക്ടർ കമ്പനികളിൽ ജോബ് കിട്ടാനുള്ള സാധ്യതകളില്ല. അത് കോർ ബ്രാഞ്ചുകളായ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, കമ്പ്യൂട്ടർ സയൻസ് ഇതിൽ നിന്നൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുള്ളൂ നമുക്ക്
ജോലി കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഈ ബ്രാഞ്ചുകളിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നല്ല റാങ്ക് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഈ ബ്രാഞ്ചുകളിൽ അടുത്ത വർഷം ഒരുപാട് വിദ്യാർത്ഥികളെ എത്തിക്കുവാനുള്ള ഒരു കരിക്കുലമാണ് ARC എന്ത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ARCയിലെ ക്ലാസ് എടുക്കുന്നതെല്ലാം ഞാൻ മാത്രമാണ് മാത്സ് എടുക്കുന്നത്, ബാക്കി എല്ലാ ഫാക്കൽറ്റീസും നോർത്ത് ഇന്ത്യൻ ഫാക്കൽറ്റീസാണ്. അവരൊക്കെ ഗേറ്റിൽ ഒരു ടോപ്പ് 100 അല്ലെങ്കിൽ 200 റാങ്കിൻ്റെ ഉള്ളിൽ ഗേറ്റ് പണ്ടേ ക്വാളിഫൈ ചെയ്ത് വരും. മോർ ദാൻ 10 years എക്സ്പീരിയൻസ് ഉള്ള, അതുപോലെ നല്ല കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള ക്വാളിഫൈഡ് ആയ ഫാക്കൽറ്റീസാണ് എന്ത് ചെയ്യുന്നത്, ARCയിൽ ക്ലാസ്സസ് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ബാക്കിയുള്ള കോച്ചിങ് സെൻറ്റേഴ്സും ARCയും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് തന്നെ അതാണ്. ഇപ്പോൾ ബാക്കിയുള്ള സെൻറ്റേഴ്സിലൊക്കെ അവർ PSC കോച്ചിങ് ചെയ്യുന്നവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഗേറ്റ് കോച്ചിങ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ PSCക്ക് പഠിപ്പിക്കുന്നവർ, സാധാരണ PSC പഠിപ്പിക്കുന്നവർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർക്ക് PSC കിട്ടാതെ വരുന്നവരാണല്ലോ അധികം എന്ത് ചെയ്യുന്നത്, PSC കോച്ചിങ് സെൻറ്ററിലൊക്കെ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ എടുക്കാറുണ്ടാകുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഗേറ്റ് ട്രെയിനിങ്ങും നൽകുന്നത്. അപ്പോൾ അതാണ് ഈ ടോട്ടലി ARCയും ബാക്കിയുള്ള സെൻറ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെയാണ് ARCയിൽ എന്ത് വരുന്നത്, ഒരുപാട് ടോപ്പ് റാങ്കുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓൾ ഇന്ത്യയിൽ ഞങ്ങൾക്ക് ഇലക്ട്രിക്കലിൽ 11th, ഇലക്ട്രിക്കലിൽ 13th, ECയിൽ 40, സിവിൽ 85, സിവിൽ 126, 195, 220, 224 അങ്ങനെ ഒരുപാട് ആളുകളെ ഏറ്റവും നല്ല റാങ്കിൽ ക്വാളിഫൈ ചെയ്യിക്കാൻ ARCക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗേറ്റ് 2024 നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഓൾ ഇന്ത്യ ഇൻസ്ട്രുമെൻറ്റേഷനിൽ 24 ഉണ്ട്, ഇലക്ട്രോണിക്സിൽ 46, സിവിലിൽ 213, ട്രിപ്പിളിയിൽ ഇലക്ട്രിക്കലിൽ 182, മെക്കാനിക്കലിൽ 886, എൻവയോൺമെൻറ്റൽ സയൻസിൽ 94. ഇവരെല്ലാം കേരള സെൻറ്റേഴ്സിലെ ഫസ്റ്റ് റാങ്ക് സ്കോർ ചെയ്ത വിദ്യാർത്ഥികളാണ്. ഇത് മാത്രമല്ല, ഇവിടെ 1, 2, 3 അല്ലെങ്കിൽ 10 ആളുകളല്ല നല്ല റാങ്ക് സ്കോർ ചെയ്യുന്നത്. ഇവിടെ വരുന്ന എല്ലാ സ്റ്റുഡൻസും, അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഇവിടെ വരുന്നത് തന്നെ ഗവൺമെൻറ് കോളേജിൽ നിന്നും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്നത് പ്രൈവറ്റ് കോളേജിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഈ വരുന്ന കുട്ടികളെ തന്നെ ഏറ്റവും നല്ല റാങ്കോട് കൂടി ക്വാളിഫൈ ചെയ്യിച്ചു കൊടുക്കുവാൻ ARCക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ARCയുടെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ ഇൻ്റർ ഡിസിപ്ലിനറി ബ്രാഞ്ചിൽ തന്നെ 488ൽ 500 ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്റ്റുഡൻസ് വരുന്നുണ്ട്. നമ്മുടെ ഗേറ്റ് 2024 റിസൾട്ട് എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇത് 9000 റാങ്കിൽ സ്കോർ ചെയ്ത ആളുകളാണ്. 5000 സിവിൽ ബ്രാഞ്ചിലൊക്കെ 5000 റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് NIT കാലിക്കറ്റിൽ വരെ സ്ട്രക്ചറിൽ കിട്ടാവുന്ന ഒരു റാങ്കാണ് 5000 OBC കാറ്റഗറിയിലൊക്കെ വരുന്ന സ്റ്റുഡൻസിന്. അപ്പോൾ NIT കാലിക്കറ്റിലൊക്കെ ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻ്റ് ഉള്ള ബ്രാഞ്ചുകളാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു NITയിൽ വരെ ഏറ്റവും നല്ല ബ്രാഞ്ചായ സ്ട്രക്ചറിൽ വരെ 5000 റേഞ്ചിൽ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ ലഭിക്കാവുന്നതാണ്. അത് ഒരു ക്ലാസ്സിൽ നിന്ന് 120 സ്ട്രെങ്ത്തുള്ള ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത 50% വിദ്യാർത്ഥികൾക്കും അങ്ങനെയുള്ള സ്ഥലത്ത് അഡ്മിഷൻ നേടിക്കൊടുക്കാനുള്ള റാങ്ക് അവർക്ക് കരസ്ഥമാക്കി കൊടുക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ARCയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ EC കഴിഞ്ഞ പ്രാവശ്യം നല്ല എക്സാം ടഫായിരുന്നു, എന്നിട്ട് പോലും നല്ല റാങ്കുകൾ സ്കോർ ചെയ്യുവാൻ ARCയിലെ സ്റ്റുഡൻസിന് സാധിച്ചു. അതുപോലെ തന്നെ ഇലക്ട്രിക്കലിലും നല്ല ഒട്ടുമിക്ക ആളുകളും നല്ല റാങ്കോട് കൂടിയിട്ടാണ് എന്ത് ചെയ്തത്, ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. മെക്കാനിക്കൽ ഒരു 3-4 വർഷങ്ങൾക്ക് ശേഷം അവരുടെ എക്സാം കുറച്ച് ടഫായിരുന്നു, എന്നിട്ട് പോലും ഇവിടുത്തെ കുട്ടികൾക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒരു 9000 റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് NITയിൽ എന്ത് ചെയ്യുന്നതാണ്, ഒരു നല്ല ബ്രാഞ്ചുകൾ കിട്ടാവുന്ന, ഒരു OBC കാറ്റഗറിയിലേക്ക് ഒരു മോശമില്ലാത്ത ബ്രാഞ്ചുകളൊക്കെ കിട്ടാവുന്ന റാങ്കുകളാണ്. അതിൽ തന്നെ ഇവിടെയുള്ള 200 സ്റ്റുഡൻസിൽ നിന്ന് ഒരു 120യുടെ അടുത്ത ആളുകൾക്ക് തന്നെ ഈ റേഞ്ചിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഗേറ്റിൽ നിങ്ങൾ ഓൾ ഇന്ത്യ പെർസെൻറ്റേജ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ വർഷം പല ബ്രാഞ്ചുകളും ഒരു 16 to 20 ആ ഒരു റേഞ്ചിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് ഓൾ ഇന്ത്യ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് 100 പേര് ഉണ്ടെങ്കിൽ ഒരു 20 പേർക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ഗേറ്റ് ക്വാളിഫൈ ചെയ്യുന്നുള്ളൂ. പക്ഷേ ARCയിൽ നിങ്ങൾ എടുത്ത് നോക്കൂ, മെജോറിറ്റി ആളുകൾ, അതായത് 90% മുകളിൽ വിദ്യാർത്ഥികളും ഗേറ്റ് ക്വാളിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് ARCയെ ബാക്കിയുള്ള എല്ലാ സെൻറ്റേഴ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, ഡിഫറൻ്റ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഗേറ്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, IITയിലോ
NITയിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം. അങ്ങനെ അവിടെ നിങ്ങൾക്ക് സ്ട്രക്ചറിലൊക്കെ ആണെങ്കിൽ NIT ട്രിച്ചിയിൽ സ്ട്രക്ചറിൽ ഫുൾ പ്ലേസ്മെൻ്റ് ആണ്. NIT സൂറത്കൽ, NIT കാലിക്കറ്റിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാ വിദ്യാർത്ഥികളും എന്താണ് സ്ട്രക്ചറിൽ പ്ലേസ്മെൻറ്റ് വാങ്ങുന്നുണ്ട്. അതുപോലെ NIT ട്രിച്ചിയിൽ തന്നെ എൻവയോൺമെൻറ്റിൽ നല്ല പ്ലേസ്മെൻ്റ് ആണ്, ട്രാൻസ്പോർട്ടേഷൻ നല്ല പ്ലേസ്മെൻ്റ് ആണ്. സൂറത്കല്ലിൽ NV, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, ഇങ്ങനെ കാലിക്കറ്റിൽ ട്രാൻസ്പോർട്ടേഷൻ, ഓഫ് ഷോറിൽ ഇതൊക്കെ എന്താണ് നല്ല പ്ലേസ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് മുഖേന നിങ്ങൾക്ക് നല്ല MNC കമ്പനികളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ലൊരു സാലറി പാക്കേജോട് കൂടിയിട്ട് നിങ്ങൾക്ക് ജോബ് ലഭിക്കാം. പിന്നെ എക്സ്പീരിയൻസ് കൂടുന്തോറും നിങ്ങളുടെ സാലറിയിൽ എന്ത് വരും, ഹൈക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനി നിങ്ങൾ അബ്രോഡ് പോവുകയാണെങ്കിൽ നല്ല പാക്കേജ് കിട്ടാം. അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ IISc ബാംഗ്ലൂരിൽ നിന്ന് കഴിഞ്ഞ അസ്ര എന്ന് പറയുന്ന സ്റ്റുഡൻ്റൊക്കെ എനിക്ക് തോന്നുന്നു അവളെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ദുബായിൽ പോയി 3 lakh പെർ മന്ത് 3 lakhൽ വരുന്ന ജോബ് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലൈഫിൽ തന്നെ വലിയൊരു മിറാക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ ഒരു ട്രെയിനിങ് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു നല്ലൊരു മാറ്റം ചെയ്യാൻ പറ്റുമെന്ന് ക്രിയേറ്റ് ചെയ്ത് തരും എന്നുള്ളതാണ്. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് MTech നമുക്ക് നേടിയെടുക്കാം. അതുപോലെ നിങ്ങൾക്ക് MS വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് IITസിലോ NITസിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ PhD അഡ്മിഷനൊക്കെ എന്ത് വേണ്ടി വരും, ഗേറ്റ് ക്വാളിഫൈ ചെയ്ത ഇത് വേണ്ടി വരും, PhD ഒക്കെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ആ സമയത്തും ഈ ഗേറ്റ് ട്രെയിനിങ് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി അതർ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഈ ഗേറ്റ് ട്രെയിനിങ് ചെയ്തതിനെ കൊണ്ട് നമുക്ക് ഇനി ഒരു MTechന് മാത്രമാണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസുകളാണ് വന്നത്. അപ്പോൾ നിങ്ങൾ MTech ചെയ്യുമ്പോൾ നിങ്ങൾ IITയിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്ലേസ്മെൻറ്റ് കിട്ടും. അതുപോലെ ടോപ്പ് NITയിൽ വരുന്ന സമയത്ത് NIT ട്രിച്ചി, സൂറത്കൽ, കാലിക്കറ്റിലൊക്കെ നല്ല ബ്രാഞ്ചസ് വരുമ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ലൊരു പ്ലേസ്മെൻറ്റോട് കൂടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി അടുത്തൊരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാക്കൻസീസ് വരുന്നത് സിവിൽ എഞ്ചിനീയറിങ്ങിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയറിൽ ഒരുപാട് വാക്കൻസീസ് വരാറുണ്ട്. കാരണം LSGD എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഓരോ പഞ്ചായത്തിലും ഓരോ സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ ആവശ്യം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ തന്നെ 900ൻ്റെ മുകളിൽ എന്ത് വരുന്നുണ്ട്, പഞ്ചായത്തുകൾ വരുന്നുണ്ട്. പിന്നെ കോർപ്പറേഷൻ, ഇങ്ങനെയുള്ള എല്ലാ ഇതിലേക്കും എന്ത് വേണ്ടി വരും, സിവിൽ എഞ്ചിനീയേഴ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഒരു വലിയൊരു എക്സാം സിവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വരാൻ പോകുന്നതാണ് LSGD എന്ന് പറയുന്നത്. അത് ഒന്നെങ്കിൽ അടുത്ത വർഷമായിരിക്കും അതെന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. അപ്പോൾ അടുത്ത വർഷം വിളിച്ചിട്ട് അടുത്ത വർഷം ലാസ്റ്റിലൊക്കെ ആയിരിക്കാം അതിൻ്റെ എന്ത് വരുന്നത്, എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾ ഗേറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ 4 വർഷം ഈ PSCയുടെ ഓൾമോസ്റ്റ് സിലബസ് തന്നെയാണ് നമ്മൾക്ക് എന്ത് വരുന്നത്, ഗേറ്റിലും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിനെ നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഗേറ്റും PSCയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗേറ്റിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് 80% പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഒരു 20% മാത്രമേ തിയററ്റിക്കൽ വരുള്ളൂ. നേരെ മറിച്ച് നമ്മൾ PSCയുടെ എക്സാംസ് എടുക്കുകയാണെങ്കിൽ അതിൽ 75% തിയററ്റിക്കലും ഏകദേശം ഒരു 25% ആണ് എന്ത് വരുന്നത്, പ്രോബ്ലമാറ്റിക് വരുന്നത്. അപ്പോൾ എക്സാമിന് സ്റ്റൈലിൽ ഡിഫറൻസ് ഉണ്ടെങ്കിലും ഈ സിലബസ് എന്താണ്, ഓൾമോസ്റ്റ് സെയിം ആയതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ആയിരിക്കും ഇതിലേക്ക് വരുന്നത്. പിന്നെ ആ സമയത്ത് നമ്മൾ ആ എക്സാംസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാമുകൾ നേടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അസിസ്റ്റൻ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരാളെടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു 10 ആൾ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ മിനിമം ഒരു 8 ആളുകളെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഗേറ്റ് കോച്ചിങ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഗേറ്റ് കോച്ചിങ് ചെയ്യുമ്പോൾ ഒരു സാധാ PSC കോച്ചിങ് ചെയ്യുമ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാ സ്കില്ലും ഡെവലപ്പ് ചെയ്യുന്നത് ഗേറ്റ് കോച്ചിങ്ങിലായിരിക്കും. കാരണം ഗേറ്റിലൊരു ക്വസ്റ്റ്യനും എന്ത് ചെയ്യില്ല, റിപ്പീറ്റ് ചെയ്ത് വരില്ല. അതുകൊണ്ട് നമ്മുടെ ഗ്രാസ്പിംഗ് പവർ, മെമ്മറി പവർ, സ്പീഡ്, തിങ്കിങ് പവർ, ഇങ്ങനെയുള്ള എല്ലാ സ്കില്ലും, അതുപോലെ മെമ്മറി പവർ, ഇതെല്ലാം വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗേറ്റ് കോച്ചിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്യും. പക്ഷേ PSCയിലെ പഠനം എന്ന് പറയുന്നത് അധികം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് ബേസ് ചെയ്തിട്ടുള്ള പണ്ട് ചോദിച്ച ചോദ്യങ്ങളെ, കാരണം PSCയിൽ അധികം റിപ്പീറ്റഡ് ആണ് വരാറുള്ളത്.
അപ്പോൾ അടുത്ത് മാത്രമാണ് കുറച്ച് എന്ത് ചെയ്യുന്നത് മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ മാത്രം അങ്ങനെയുള്ളൊരു കോച്ചിങ് ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് ഇൻഡെപ്ത് നോളജിലേക്കൊന്നും എന്ത് ചെയ്യില്ല, ക്ലാസ്സസ് പോവില്ല. പക്ഷേ ഗേറ്റ് ആകുമ്പോൾ ഇൻഡെപ്ത് ഇതിലേക്ക് എന്ത് ചെയ്യും, ക്ലാസ്സസ് പോകും. അതുപോലെ അവിടെ ക്വസ്റ്റ്യൻസ് വെറൈറ്റി ക്വസ്റ്റ്യൻസുകൾ വരും. പിന്നെ തിങ്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസുകളായിരിക്കും, ഒരുപാട് പോയിൻറ്റ്സ് മിക്സ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസുകളായിരിക്കും ഗേറ്റിലേക്ക് വരുന്നത്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, സ്കില്ല് ഡെവലപ്പ് ചെയ്യും. ഈ സ്കില്ലാണ് ശരിക്കും എന്തായിട്ട് മാറുന്നത്, മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗേറ്റ് കോച്ചിങ് ചെയ്ത ആളുകൾക്ക് ഒരു PSC ഒന്ന് നോക്കാൻ നിൽക്കുന്ന സമയത്ത് അവർക്ക് വളരെ ഫാസ്റ്റായിട്ട് അതെന്ത് ചെയ്യും, ഡൈല്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഗേറ്റ് ട്രെയിനിങ്ങിൻ്റെ ഒരു ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു PSC കോച്ചിങ്ങിന് പോകുന്നതിനെക്കാട്ടിയും ബെസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ഗേറ്റ് ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യുന്നതാണ്. അപ്പം അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ PSC എടുക്കുന്ന ആളുകൾ തന്നെ ഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവില്ല. അത് അത്രയും എക്സ്പെർട്ട് ആളുകൾ എടുക്കുമ്പോൾ മാത്രമേ അതിൽ നിങ്ങൾക്ക് എത്തിയാൻ പറ്റുള്ളൂ, സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രാവശ്യം സിവിലിലൊക്കെ നടന്നൊരു എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഷിഫ്റ്റ് ഉണ്ടായിരുന്നല്ലോ, 2 ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ഒന്ന് മോർണിംഗിലായിരുന്നു, ഒന്ന് ആഫ്റ്റർനൂണിലായിരുന്നു. മോർണിംഗ് നടന്ന ഷിഫ്റ്റ് എന്ന് പറയുന്നത് വളരെ ഈസിയായ ഒരു പേപ്പറായിരുന്നു കമ്പാരിറ്റീവ്ലി ആഫ്റ്റർനൂണിൽ നടന്നത്. അപ്പോൾ ആ പേപ്പറിൻ്റെ ഒക്കെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് 4 വർഷം നല്ല രീതിയിൽ പഠിച്ചൊരു കുട്ടികൾക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഗേറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അവിടെ ഒരു വലിയ കോച്ചിങ്ങിൻ്റെ ആവശ്യങ്ങളൊന്നും എന്തില്ല വരുന്നില്ല. സെക്കൻഡ് പേപ്പർ ആകുന്ന സമയത്ത് അങ്ങനെയല്ല. സെക്കൻഡ് പേപ്പർ ആകുന്ന സമയത്ത് സ്ട്രക്ചറിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് കൂടിയിട്ടുണ്ട്. അതുപോലെ കുറച്ച് നല്ല റേഞ്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ ആ പേപ്പറിൽ വന്നിരുന്നു. അപ്പോൾ എക്സാംസ് നല്ല റേഞ്ച് ഉണ്ടാകുമ്പോൾ നല്ല കോച്ചിങ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റാങ്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആയതിനാൽ അടുത്ത വർഷം എളുപ്പമാകണമെന്നില്ല, മനസ്സിലായില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇപ്പം ഇലക്ട്രോണിക്സ് ഈസി അല്ല, അതുപോലെ മെക്കാനിക്കൽ അത്ര എളുപ്പം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ARCയിലാണ് ഏറ്റവും എന്ത് ചെയ്തത്, ഇങ്ങനത്തെ ഉള്ള ഈ ബ്രാഞ്ചിലൊക്കെ നല്ല റാങ്കുകൾ സ്കോർ ചെയ്തത് ARCയിലെ കുട്ടികളാണ്, മനസ്സിലായി. കാരണം എന്തുകൊണ്ടാണ്, ആ ക്വാളിറ്റി ഓഫ് കോച്ചിങ് ടീച്ചിങ്ങും അവർക്ക് കിട്ടിയതിനെ കൊണ്ടാണ് ഇങ്ങനെയുള്ള റാങ്കുകൾ എന്ത് ചെയ്തത്, സ്കോർ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അടുത്ത കൊല്ലം എക്സാമിന് റേഞ്ച് ഉണ്ടെങ്കിൽ, കുറച്ച് ടഫൊക്കെ ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സെൻറ്ററിൽ നിന്ന് നല്ല കോച്ചിങ് ലഭിച്ചാൽ മാത്രമേ നല്ല റാങ്കുകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ARC എല്ലാ വർഷവും കഴിഞ്ഞ ഒരു ലാസ്റ്റ് 10 years ആയിട്ട് എല്ലാ വർഷവും ടോപ്പ് റാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ പഠിക്കുന്ന ഒരു 90% വിദ്യാർത്ഥികളും എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും നല്ല ഒരു പ്രോസസ്സിലൂടെ നല്ല ക്വാളിറ്റി ഓഫ് ടീച്ചിങ്ങും ഏറ്റവും നല്ല അധ്യാപകരെ കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു PSC എക്സാമും ക്രാക്ക് ചെയ്യാനുള്ള ഒരു ഒട്ടുമിക്ക നോളജും നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. ഇനി ഗേറ്റ് കഴിഞ്ഞാൽ തന്നെ അതിനുള്ള സപ്പോർട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള സപ്പോർട്ടുകളായ ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഓൺലൈനായിട്ട് 2 വർഷം വാലിഡിറ്റി, വളരെ ചുരുങ്ങിയ ക്യാഷിന് അതിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സസുകളും കംപ്ലീറ്റ് മെറ്റീരിയൽസും കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ, വീഡിയോസ്, എക്സാമ്പിളായിട്ടുള്ള കംപ്ലീറ്റ് പാക്കേജ് വളരെ ചെറിയ 3000 റുപ്പീസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ എല്ലാ വർഷവും 2 വർഷം വാലിഡിറ്റി ആയിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ ഓഫ്ലൈൻ വേണ്ടവർക്ക് ഓഫ്ലൈനായിട്ട് അവരുടെ MTech ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഓഫ്ലൈനായിട്ട് തിയററ്റിക്കൽ ഏതൊക്കെ ടോപ്പിക്സ് വേണോ അതിൻ്റെ എല്ലാം ഒരു കോഴ്സും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഓൾമോസ്റ്റ് ഒട്ടുമിക്ക കുട്ടികളും ARCയിൽ ഗേറ്റ് ചെയ്തവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ന് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ട് പല ആളുകൾക്കും ജോലി ലഭിച്ചിട്ടുള്ളത്. അതുപോലെ SSC JEE എക്സാം എല്ലാ വർഷവും SSCയുടെ എക്സാം നടക്കുന്നുണ്ട്, മനസ്സിലല്ലേ. അതിലും എല്ലാ വർഷവും 1400 വാക്കൻസീസ് പല ബ്രാഞ്ചുകളിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്. ഒറ്റ ബ്രാഞ്ചിലല്ല, ഈ പ്രാവശ്യം സിവിലിൽ 1000 സംതിങ് വാക്കൻസി ഉണ്ട്, ഇലക്ട്രിക്കലിൽ എനിക്ക് 700 സംതിങ് വാക്കൻസീസ് ഉണ്ട്. അങ്ങനെ എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് വാക്കൻസീസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ക്രാക്ക് ചെയ്യാൻ നമുക്ക് എന്താണ്, വളരെ ഈസിയാണ് നല്ലൊരു ലെവലിൽ പഠിക്കുന്ന കുട്ടിക്ക്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കോച്ചിങ് ചെയ്ത 2 കുട്ടികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, SSCയിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ISROയുടെ ബാർക്ക്, DRDO അവരൊക്കെ അതിന് ഇടയ്ക്കിടയ്ക്ക് എക്സാം നടത്തും. അപ്പോൾ അങ്ങനെയുള്ള എക്സാംസുകളും ക്രാക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുപോലെ HPCL, IOCL ഒക്കെ അവർ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഓൺ തന്നെ എക്സാംസുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് നേടിയെടുക്കാം. ഇനി അതല്ല, നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത്, ഇപ്പം എനിക്ക് തോന്നുന്നു 2022 ഇതേപോലെ
ഓൺലൈനായ സമയത്ത് നമ്മൾ GC കാലിക്കറ്റിലെ സ്റ്റുഡൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി ഡിസ്ക്വാളിഫൈ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞ് ഗേറ്റ് കഴിഞ്ഞ് 2 മാസം ടാറ്റ എലക്സിൻ്റെ ഒരു ഇൻ്റർവ്യൂ പോയുന്ന സമയത്ത് അവൾക്ക് അതിൽ നല്ല പെർഫോം ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ അവൾക്ക് എന്ത് ചെയ്തു, ജോലി ലഭിച്ചു. അപ്പോൾ ആ ജോലി കിട്ടിയപ്പോൾ ആ കുട്ടി ഞങ്ങൾ വിളിച്ചിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പം ഇവിടെ ഗേറ്റിന് പഠിച്ച അനലോഗ് ഇലക്ട്രോണിക്സിലൊക്കെ പല സംഭവങ്ങളും ആണ് എന്ത് ചെയ്തത്, ഇൻ്റർവ്യൂവിന് ചോദിച്ചത്. അതുകൊണ്ട് അതെല്ലാം ആൻസർ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് എന്ത് ചെയ്തു, ജോലി ലഭിച്ചു. അപ്പം ഈ ഗേറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ഗേറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ വേറെ പല സ്ഥലത്തും ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുത്തും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓൾ ഇന്ത്യയിൽ 11th 13th 40 അങ്ങനെ എല്ലാ ടോപ്പ് റാങ്കുകളും ARC സ്കോർ ചെയ്തവരാണ്. ഈ വർഷം എല്ലാ ബ്രാഞ്ച് ഇവിടെ കണ്ടക്ട് ചെയ്യുന്ന എല്ലാ ബ്രാഞ്ചിലെയും കേരള ഫസ്റ്റ് സെൻറ്റേഴ്സ് റാങ്ക് എന്ന് പറയുന്നത്, കേരളത്തിലെ സെൻറ്റേഴ്സിലെ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ ഇൻ്റർ ഡിസിപ്ലിൻ ബ്രാഞ്ച് ആയാലും ഇത് കണ്ടോ, എല്ലാ വർഷവും ഇപ്പോൾ 2024 ECയിൽ 46 ആണെങ്കിൽ കഴിഞ്ഞ വർഷം ECയിൽ 40, 126, ഇലക്ട്രിക്കലിൽ 348, EC 547 അങ്ങനെ എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് ടോപ്പ് റാങ്കുകളാണ് സ്കോർ ചെയ്യുന്നു. കഴിഞ്ഞ പ്രാവശ്യം സിവിലിൽ നിന്ന് മാത്രം 1 2 3 4 5 5 പേര് തന്നെ, 40 പേരാണ് എനിക്ക് തോന്നുന്നു ISC ബാംഗ്ലൂർ കഴിഞ്ഞ പ്രാവശ്യം സിവിലിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെ 5 പേരെ സംഭാവന ചെയ്യാൻ ഈ കേരളത്തിലെ ARCക്ക് സാധിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയൊരു വിജയം തന്നെയാണ്. പിന്നെ ECയിലുള്ള ഗൗതം അവൻ ISC ബാംഗ്ലൂരാണ്. അങ്ങനെ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, IITയിലും അതുപോലെ NITയിലൊക്കെ ഒരുപാട് പേര് കിട്ടുന്നുണ്ട്. 2022 IITs അതുപോലെ തന്നെ 2020 19 18 ഒരുപാട് പേരെന്ത് ചെയ്യുന്നുണ്ട്, IITസിൽ നിന്ന് അവരവിടെ പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് EC ഇലക്ട്രിക്കലൊക്കെ കഴിഞ്ഞവർക്ക് നല്ല പാക്കേജോട് കൂടിയിട്ടാണ് IITയിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, പ്ലേസ്മെൻറ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഗ്രീഷ്മ IIT ഹൈദരാബാദിലായിരുന്നു, 15 lakhൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത് പാക്കേജ് കിട്ടുന്നത്, EC ആയിരുന്നു. അതുപോലെ ശരൺ അവന് EC ആയിരുന്നു, അവനും 14 lakhൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത് പാക്കേജ് വരുന്നത്. റസ റോഷൻ EC ആണ്, നവീൻ മുരളി എല്ലാവർക്കും ഇൻ്റലിൽ അതുപോലെ VLSI ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ നല്ല പാക്കേജോട് കൂടിയിട്ട്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ എല്ലാവരും ഫോട്ടോസ് വെച്ചിട്ടില്ല. ഇപ്പം CET എന്ന് കഴിഞ്ഞ ഒരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു, അവൾ ആദ്യത്തെ പ്രാവശ്യം ഗേറ്റ് ചെയ്ത് 2500 കിട്ടി. അപ്പോൾ അവൾക്ക് IIT തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്തു, 700 കിട്ടി. അപർണ അവൾ IIT ഖരഗ്പൂരിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞു. ഇന്ന് TVS കമ്പനിയിൽ 20 lakhൻ്റെ മുകളിൽ സാലറി പാക്കേജ് കൂടിയിട്ടുണ്ട്, ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ഒരുപാട് പേർക്ക് കിട്ടും. ഇതുപോലെ എയർപോർട്ട് ഗേറ്റിൻ്റെ സ്കോറുമായി PSUCയിൽ കയറിയ കുറച്ച് ആൾക്കാരുടെ ഫോട്ടോസാണ് വെച്ചിട്ടുള്ളത്. അമൃത സിവിലാണ്, ജയപ്രതാപ് സിവിലാണ്, ബിബിൻ വന്നി സിവിലാണ്, ഷാബിന അവൾ സിവിലാണ്. അങ്ങനെ ഒരുപാട് പേരെന്ത് ചെയ്തിട്ടുണ്ട്, PSUCയിൽ കയറിയിട്ടുണ്ട്. അന്നത്തെ ECയിൽ ഇലക്ട്രിക്കലിൽ 2018 JTO BSNL JTO അവർ കംപ്ലീറ്റ് ആളുകളെടുത്തത് ഗേറ്റിൽ നിന്നായിരുന്നു. അന്ന് ഞങ്ങൾ അവിടെ നിന്ന് 14 പേരറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, JTO ആയിട്ട് ജോലി ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ അതുപോലെ തന്നെ നിങ്ങളെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവർ ഗേറ്റ് ചെയ്ത സ്റ്റുഡൻസാണ്. അപ്പോൾ ഗേറ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു 3 month കഴിഞ്ഞപ്പോഴായിരുന്നു പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എക്സാമൊക്കെ വന്നിരുന്നത്. അതിൽ 3rd റാങ്ക് സ്കോർ ചെയ്തു. അതുല്യ വേണുഗോപാൽ 5th റാങ്ക് സ്കോർ ചെയ്തു. അതിൻ്റെ ശേഷം ഇവിടെ KWൻ്റെ ഒരു കോച്ചിങ് ചെയ്തിരുന്നു. അന്ന് 30 പേരുള്ള ഇതിൽ 18 പേര് മെയിൻ ലിസ്റ്റിൽ കയറി. അതിൽ 12 പേരെന്ത് ചെയ്തു, ജോലി ലഭിച്ചു. മനസ്സിലായി? അപ്പോൾ അവരെ എല്ലാം ഇവിടെ ഗേറ്റ് ചെയ്ത ആളുകളായിരുന്നു. ഈ സ്റ്റുഡൻറ്റ് മാത്രം ഇവിടെ ഗേറ്റ് ചെയ്യാത്തുണ്ടായിരുന്നത്. ബാക്കി എല്ലാ സ്റ്റുഡൻസും പണ്ടിവിടെ ഗേറ്റ് ചെയ്തതായിരുന്നു. അവർ വീണ്ടും ഈ ഒരു AEയുടെ കോച്ചിങ്ങിന് വേണ്ടി വന്നപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു, ടോപ്പ് റാങ്ക് സ്കോർ ചെയ്തിട്ട് അവരെന്ത് ചെയ്തു, ജോലിയിലേക്ക് കയറാൻ സാധിച്ചു എന്നുള്ളതാണ്. സോ ഗേറ്റ് ട്രെയിനിങ് നിങ്ങളുടെ ലൈഫിൽ തന്നെ വലിയൊരു മാറ്റം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം ക്രിയേറ്റ് ചെയ്യാൻ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഈ കേരളത്തിലെ ഏറ്റവും നല്ലൊരു സെൻറ്ററാണ് ARC ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെല്ലാം ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞങ്ങളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങളുടെ ഫോൺ നമ്പർ പറയുന്നത് 9745688886 ആണ് വരുന്നത്. അതുപോലെ നിങ്ങൾക്ക് എനി ടൈം ഞങ്ങളുടെ ലാൻഡ് ഫോണിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. 0495406080 ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം ഡൗട്ട്സ് ഉണ്ടോ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ. ഇവിടെ ജോയിൻ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെല്ലാം സംശയങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ ഇതുവരെ ഈ ഒരു വെബിനാർ നിങ്ങൾ കേട്ടിരുന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, നിർത്തുന്നു. ARC
The Gate Kochi Hub of Kerala.